ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഹിൽ ടിപ്പറ എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായ ത്രിപുരയെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ത്രിപുര. രാജ്യത്തെ മൂന്നാമത്തെ ചെറിയ സംസ്ഥാനം. ഇത് 3.67 ദശലക്ഷം ജനസംഖ്യയുള്ള ഏഴാമത്തെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനവും കിഴക്ക് അസമും മിസോറാമും വടക്ക് തെക്ക് പടിഞ്ഞാറ് ബംഗ്ലാദേശ് എന്നിവയുമാണ് അതിർത്തി. ത്രിപുരയെ 8 ജില്ലകളും 23 ഉപഡിവിഷനുകളുമായി തരംതിരിച്ചിരിക്കുന്നു. ഇവിടെ അഗർത്തല തലസ്ഥാനവും സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരവുമാണ്. ത്രിപുരയിൽ 19 വ്യത്യസ്ത ഗോത്ര സമൂഹങ്ങളുണ്ട്. ഭൂരിപക്ഷം ബംഗാളി ജനസംഖ്യയും ബംഗാളി, ഇംഗ്ലീഷ്, കോക്ക് ബോറോക്ക് എന്നിവയുമാണ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷകൾ. ത്രിപുര എന്ന പേര് ഹിന്ദു ദേവതയായ ത്രിപുര സുന്ദരിയുമായും ഉദയ്പൂരിലെ ത്രിപുര സുന്ദരി ക്ഷേത്രത്തിന്റെ അധിഷ്ഠിത ദേവതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. 10,491.69 കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ത്രിപുര ഗോവയ്ക്കും സിക്കിമിനും പിന്നിൽ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ മൂന്നാമത്തേതാണ്. കുന്നുകൾ, താഴ്വരകൾ, സമതലങ്ങൾ എന്നിവയാണ് ഫിസിയോഗ്രാഫിയുടെ സവിശേഷത. സംസ്ഥാനത്തുടനീളം ചിതറിക്കിടക്കുന്ന ചെറിയ ഒറ്റപ്പെട്ട കുന്നുകൾ ടില്ലാസ് എന്നും പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇടുങ്ങിയ ഫലഭൂഷ്ടമായ അലുവി താഴ്വരകളെ ഡോങ് ലുങ്കാസ് എന്നും വിളിക്കുന്നു. നിരവധി നദികൾ ത്രിപുരയിലെ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നു. സംസ്ഥാനത്തിന് ഉഷ്ണമേഖലാ സാവന്ന കാലാവസ്ഥയുണ്ട്. 2012 ജനുവരിയിൽ ത്രിപുരയുടെ ഭരണവിഭാഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ നടപ്പാക്കി. ത്രിപുര ഭരിക്കുന്നത് പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ പാർലമെന്ററി സംവിധാനത്തിലൂടെയാണ്. ഈ സവിശേഷത മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി പങ്കിടുന്നു. സാർവത്രിക വോട്ടവകാശം താമസക്കാർക്ക് അനുവദിച്ചിരിക്കുന്നു. ത്രിപുര സർക്കാരിന് 3 ശാഖകളുണ്ട്: എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ത്രിപുര നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രത്യേക ഭാരവാഹികളും ഉൾപ്പെടുന്നു. ത്രിപുര 2 പ്രാതിനിധികളെ ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും ഒരു പ്രതിനിധിയെയും അയക്കുന്നു. ത്രിപുരയുടെ 2022-23 മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനം സ്ഥിരമായ വിലയിൽ 640 ബില്യൺ ആയിരുന്നു. ജനസംഖ്യയുടെ പകുതിയിലധികം പേരും കൃഷിയെയും അനുബന്ധ പ്രവർത്തനങ്ങളെയും ആശ്രയിക്കുന്ന ഒരു കാർഷിക സംസ്ഥാനമാണ് ത്രിപുര. കുന്നിൻ പ്രദേശങ്ങളും വനമേഖലയും കാരണം 27% ഭൂമി മാത്രമേ കൃഷിക്ക് ലഭ്യമായിട്ടുള്ളൂ. സംസ്ഥാന പ്രധാന വിളയായ നെല്ല് 91% സ്ഥലത്തും കൃഷി ചെയ്യുന്നു. സംസ്ഥാനത്ത് മത്സ്യകൃഷി ഗണ്യമായ പുരോഗതി കൈവരിച്ചു. റബ്ബറും തേയിലയുമാണ് സംസ്ഥാനത്ത് പ്രധാന നാണ്യവിളകൾ. രാജ്യത്ത് പ്രകൃതിദത്ത റബ്ബർ ഉൽപാദനത്തിന് കേരളത്തിന് പിന്നിൽ 2ാം സ്ഥാനത്താണ് ത്രിപുര. സംസ്ഥാനത്തിലെ വ്യാവസായിക മേഖല വളരെ അവികസിതമായി തുടരുന്നു. ഇഷ്ടികപ്പാടങ്ങളും തേയില വ്യവസായവും മാത്രമാണ് 2 സംഘടിത മേഖലകൾ. അഗർത്തലയിൽ നിന്ന് 12 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി സിംഗർബിൽ സ്ഥിതി ചെയ്യുന്ന മഹാരാജ ബിർബിക്രം എയർപോർട്ട് ഗുവാഹത്തി കഴിഞ്ഞാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ്. ദേശീയപാത 8 എന്ന ഒരു പ്രധാന റോഡ് മാത്രമാണ് ത്രിപുരയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നത്. ത്രിപുരയ്ക്ക് ബംഗ്ലാദേശുമായി 856 കിലോമീറ്റർ നീളമുള്ള അന്താരാഷ്ട്ര അതിർത്തിയുണ്ട്. ദൂരദർശന് അഗർത്തയിൽ ഒരു ടെലിവിഷൻ സ്റ്റേഷനുണ്ട്. 2014 കണക്കനുസരിച്ച് ത്രിപുരയിൽ 56 ദിനപത്രങ്ങളും പ്രതിവാര പത്രങ്ങളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 2011 സെൻസസ് പ്രകാരം ത്രിപുരയുടെ സാക്ഷരതാ നിരക്ക് 87.75%. ഇന്ത്യയിലെ 4ാമത്തെ ഉയർന്ന സാക്ഷരതയാണ് 94.65% ത്രിപുര. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.